ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അച്ചമ്മയുടെ പിറന്നാൾ ദിവസം ആരാണോ അച്ചമ്മയുടെ മനസ്സ് തൊട്ട് ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരാള് അവർക്ക് വേണ്ടിയിട്ട് അച്ചമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൈമാറി വരുന്ന ഒരു ഗോൾഡ് കോയിൻ ആണ് കേട്ടോ. അതും ഡോളറിന്റെ ഭയങ്കര വിലപിടിപ്പുള്ള സമ്മാനമാണ്. സച്ചിയും രേവതിയുമാണ് അച്ചമ്മയുടെ മനസ്സ് തൊടുന്ന രീതിയിലുള്ള സമ്മാനം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് സച്ചിക്കും രേവതിക്കും കിട്ടുവാണേ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അച്ചമ്മ കൊടുത്തിരിക്കുന്ന ആ ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, അത് നോക്കി ഇങ്ങനെ രേവതി നിൽക്കുവാണേ. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ചമ്മ നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നീ എന്താ ഇപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് എന്നുള്ള കാര്യം രേവതി തിരിച്ച് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. സച്ചി പണ്ട് ചെറുപ്പത്തിലൊക്കെ അച്ചമ്മയുടെ പൂജാമുറിയിലായിരുന്നു ഈ ഒരു ഗോൾഡ് കോയിൻ ഇരിപ്പുണ്ടായിരുന്നത്. അന്നൊക്കെ അത് തൊടുന്ന സമയത്ത് അച്ചമ്മയുടെ അടുത്ത് നന്നായിട്ട് വഴക്ക് കേൾക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അച്ചമ്മയുടെ കൈകൊണ്ട് തന്നെ അതെനിക്ക് കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സച്ചിയേട്ടൻ നമുക്ക് ഇത് കിട്ടാൻ കാരണം സച്ചിയേട്ടനാന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണേ. അതല്ല, അച്ചമ്മയുടെ പഴയ 2 ഫ്രണ്ട്സിനെ പോയിട്ട് കൂട്ടിയിട്ട് വന്നല്ലോ, അവര് വന്നതിന് ശേഷമാണ് അച്ചമ്മ ഭയങ്കരമായിട്ട് ഹാപ്പി ആയത്. ഓ അതാണല്ലേ, ഞാൻ നാട് മുഴുവൻ ചുറ്റിയിട്ട് അവരെ കൂട്ടിയിട്ട് വന്നു. എന്നാ നീ ഇരുന്നിടത്ത് നിന്ന് കാര്യം സാധിച്ചതുപോലെ തന്നെ അച്ചമ്മയുടെ അനുഭവങ്ങളൊക്കെ ചെറിയൊരു കുറിപ്പടം പോലെ ആക്കിയിട്ട് പ്രദർശിപ്പിച്ചില്ലേ, എന്നിട്ട് നീ ഗിഫ്റ്റ് മേടിച്ച് എടുത്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കാതെ തിരിച്ച് സച്ചി. അച്ചമ്മയ്ക്ക് എല്ലാവരും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു, നിങ്ങളുടെ അമ്മ വലിയ TV മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് മാത്രമാണ് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്തത്. കാരണം അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ അങ്ങനെ പൈസ ചെലവാക്കിയിട്ട് ഒന്നും മേടിച്ചു കൊടുക്കില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നുമില്ല സച്ചേട്ടാ, എല്ലാവരും അച്ചമ്മയ്ക്ക് മനസ്സ് തൊടുന്ന രീതിയിൽ വലിയ വലിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുത്തു. പക്ഷേ അച്ചമ്മ ഈ സമ്മാനം നമുക്ക് തന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് സച്ചേട്ടാ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഒരുപാട് നാളായിട്ടുണ്ട്. അച്ചമ്മ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, 6 തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ് എന്നുള്ള കാര്യം. എന്തായാലും അച്ചമ്മയുടെ കൈകൊണ്ട് ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. നമുക്ക് എല്ലാ ദിവസവും ഇത് പൂജാമുറിയിൽ വെച്ചിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാ ദിവസവും പൂജാമുറിയിൽ വെച്ച് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അതെടുത്തിട്ട് ലോക്കറിലും വെക്കണം. അതെന്തിനാ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ വിശ്വസിച്ചിട്ട് സ്വർണം വെക്കാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ സ്വർണം തന്നെ അത് കവറിംഗ് സ്വർണ്ണമായിട്ട് മാറ്റിയില്ലേ, അതും മോഷ്ടാവ് സുതിയുള്ള വീട്ടില് ഒരു സാധനം വെക്കാൻ വേണ്ടി പറ്റില്ല. ശരി, ഞാൻ എന്തായാലും ഇത് ലോക്കറിനകത്ത് വെച്ചോളാം എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് കേട്ടോ. ഈ സുതിയുള്ള വീട്ടില് ഒരു സ്വർണം ഭദ്രമായിട്ട് വെക്കുക എന്നുള്ള കാര്യം പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. ശരി, എന്തായാലും സച്ചിയേട്ടൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അച്ചമ്മ ഇവിടുന്ന് പോകുന്നത് വരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ചമ്മ നാളെ രാവിലെ പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പഞ്ചായത്ത് തന്നെ നടക്കും എന്നുള്ള കാര്യം പറയാണേ. അതെന്തിനാ സച്ചിയേട്ടാ, നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങ് വിട്ട് കളഞ്ഞാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ഇത് നോക്ക്, നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് 2 ദിവസം അച്ചമ്മയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചോദിക്കാത്തത്. ഇനിയും നീ എന്നെ കെട്ടിവെക്കാൻ വേണ്ടി നോക്കണ്ട. എന്തായാലും ആരാണ് സ്വർണ്ണം എടുത്തത് അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് സച്ചി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സച്ചി അച്ചമ്മയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചമ്മയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ചമ്മയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ മേടിച്ചോ എന്നുള്ള കാര്യം. അതെങ്ങനെയാടാ മേടിക്കാതിരിക്കുക, ഞാൻ നമ്പറൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ദിവസം ഞാൻ അവരെ വിളിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണേ. അച്ചമ്മയ്ക്ക് വർഷം മേടിച്ചു തന്ന ഫോണില്ലേ, അതിനകത്ത് അച്ചമ്മയ്ക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെയാകുമ്പോൾ അവരെ കണ്ടിട്ടും അച്ചമ്മയ്ക്ക് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയാണേ. ശരി, നീ എന്തായാലും രേവതിയുടെ അടുത്ത് എന്റെ ഫോണിലേക്ക് അവളെടുത്ത വീഡിയോ അയച്ചു തരാൻ വേണ്ടിയിട്ട് പറയണം. അത് എന്റെ പിറന്നാൾ സമ്മാനം രേവതി തന്നതാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് നാട്ടിലെ എല്ലാവരും കാണിക്കണം എന്നൊക്കെ അച്ചമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. ഞാൻ രേവതിയുടെ അടുത്ത് അയക്കാൻ പറയാന്ന് പറയണേ. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് അച്ചമ്മയ്ക്ക് ഇറങ്ങേണ്ട സ്ഥലത്തുവാണ്. അച്ചമ്മ ഇറങ്ങിയതിന് ശേഷം അച്ചമ്മയുടെ ബാഗൊക്കെ എടുത്തിട്ട് പുറകെ തന്നെ നമ്മുടെ സച്ചി ചെല്ലുന്നുണ്ട്. അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും നിക്കടാ എന്ന് പറയണേ. എന്താ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എനിക്ക് മേടിക്കാനൊന്നുമില്ല, നിനക്കും രേവതിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം? ഈയിടെയായിട്ട് ഞങ്ങൾ പരസ്പരം ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. പിന്നെ ഞാനാണെങ്കിൽ പഴയതുപോലെ അവളെ ചീത്ത വിളിക്കാറില്ല, അവളാണ് എന്നെ ഇങ്ങോട്ട് ചീത്ത വിളിക്കാറെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നീ അത് കേട്ടോടാ. നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ലെങ്കിൽ മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ 2 പേരുടെയും മുഖം ഒട്ടും ശരിയല്ലായിരുന്നു. പിന്നെ നിന്റെ മുഖം ഏത് സമയത്ത് എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? ഒന്നുമില്ല എന്ന് സച്ചി പറയുന്ന സമയത്താണ് അച്ചമ്മ ഇത് പറയുന്നത്. നിന്നെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ, അതുകൊണ്ട് എന്റെ മുമ്പിൽ ഒന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഇപ്പൊ സാധാരണ പൊതുവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യമല്ല, അല്ലാണ്ട് പ്രത്യേകമായിട്ട് ഇപ്പൊ അമ്മ എന്ത് പറയാനാണ്? അത് അച്ഛമ്മ വേറൊന്നുമില്ല, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയാണ്. അതിനാണല്ലോ നീ അച്ഛമ്മയുടെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ല അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെയിൻ മേടിച്ചിടണം എന്നുള്ള കാര്യം വിചാരിച്ചെന്ന് പറയുമ്പോൾ
ഒന്ന് പോടാ വിടുന്നു എന്ന് പറയുന്നുണ്ട്. അതല്ല അച്ഛമ്മ, അച്ഛമ്മ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാ. ചെയിന് എനിക്ക് മേടിക്കുന്ന കാര്യമാണോടാ നീ ഈ പറയുന്നത്? എനിക്ക് എന്തിനാടാ ചെയിനൊക്കെ? ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കാണില്ല എന്ന് വിചാരിച്ച രണ്ടുപേരെ നീ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലേ, അതാണടാ എനിക്ക് സന്തോഷമുള്ള കാര്യം. അതല്ല അച്ഛമ്മ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛമ്മയ്ക്ക് അത് മേടിച്ചു തരണമെന്ന്. എന്തായാലും ഞാൻ സമ്പാദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊണ്ട് തരാം എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് എന്തിനാണ് ചെയിൻ മേടിച്ചുകൊണ്ട് വരുന്നത്? നീ സമ്പാദിച്ച് നിന്റെ ഭാര്യയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്ക്. കല്യാണം കഴിച്ച ഭാര്യയെ സന്തോഷത്തോടു കൂടി വെക്കുന്നവരാണ് ഒരു നല്ല ഭർത്താവ്. അത് ചെയ്യാതെ നീ എനിക്ക് ചെയിൻ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോകുന്നു, ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് അച്ഛമ്മ. എനിക്ക് നീ ചെയിനൊന്നും മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും പോകണ്ട കേട്ടോ. നീ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്റെ അച്ഛമ്മയ്ക്ക് എനിക്ക് ചെയിൻ മേടിച്ചു തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം, അതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് അത് മാത്രം മതി, ചെയിന്റെ പുറകൊന്നും പോണ്ട. പിന്നെ നിനക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. ദേവുവിന്റെ പഠിപ്പ് കഴിയാറായി, അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു പയ്യനെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ച് വിടണം, അതും നിന്റെ ഉത്തരവാദിത്വമാണ്. രേവതിയുടെ അനിയുണ്ടല്ലോ, അവൻ ചെറിയ പയ്യനാന്നുള്ള കാര്യം അച്ഛമ്മ പറയുമ്പോഴേക്കും ആര്, അവനാണോ ചെറിയ പയ്യൻ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല അച്ഛമ്മേ, വലിയ ആളെ പോലെയാണല്ലോ അവൻ നടക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. എങ്കിലും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീയാണടാ നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ടത്. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അച്ഛനില്ലാത്ത കുടുംബം ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം നിനക്കാണ്. ശരി അച്ഛമ്മേ, എന്തായാലും ദേവുവിന് ഒരു പയ്യനെ നോക്കണം, അതല്ലേ? എന്തായാലും നല്ലയിടത്ത് തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നടക്കുവാണേ. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല കെട്ടിയിട്ട് അച്ഛമ്മയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. വിട്ടിട്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് ഭയങ്കര ദേഷ്യത്തോടു കൂടി കയറി വരുന്നുണ്ട്. അതേസമയം വീട്ടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. ശ്രുതിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നത് നീ കടയിലേക്കാണോ വരുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷെ ശ്രുതി കടയിലേക്കല്ല, പാർലറിൽ കുറച്ച് ജോലിയുണ്ട്, എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കടയിൽ ഇപ്പൊ ഈ 1 വീക്കായിട്ട് സെയിൽസ് ഭയങ്കര ഡള്ളാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് അതിനെന്താ ഇപ്പൊ 1 ലാക്ക് പ്രോഫിറ്റ് വന്നില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കാനോട്ടോ ശ്രുതി. എങ്കിലും അതോടുകൂടിയിട്ട് നിന്ന് പോകാൻ വേണ്ടി പാടില്ലല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഈ സമയത്ത് സാധാരണ എങ്ങോട്ടാ, കടയിലേക്ക്? അതൊക്കെ സാവധാനം പോയാൽ മതി, നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, ഇപ്പൊ തന്നെ ടൈമായി, വാ ശ്രുതി പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ഡോർ കുറ്റിയിടുകയാണ് കേട്ടോ. നീ എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം, നിക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി ബാക്കിയുള്ളവരെയും കൂടി വിളിക്കുവാണേ. അച്ഛനും അമ്മയും പുറത്തേക്ക് വരുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കടയിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കാതെ അവൻ ഡോർ ലോക്ക് ചെയ്തു എന്നുള്ള കാര്യം. എന്തിനാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ വിടിച്ചു നിർത്തുന്നത് എന്നുള്ള കാര്യം ചന്ദ്രവതി ചോദിക്കുമ്പോഴേക്കും ചെറിയൊരു പഞ്ചായത്ത് അത് ഇന്ന് വസൂലാക്കാനുണ്ട്. ഇവൻ രാവിലെ തന്നെ എന്തൊക്കെയാണ് രവിയേട്ട ഈ പറയുന്നത്, ജോലിക്ക് പോകുന്നവരെ തടഞ്ഞു നിർത്തിയിട്ട് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം, അച്ഛൻ വന്ന് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ അടുത്ത് പോയിട്ട് എടുത്തോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവള് എന്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും അവൾ ഇപ്പൊ വരും, മനസ്സിലാകും അപ്പെന്ന് പറയണേ നമ്മുടെ സച്ചി. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വർഷ വരുന്നത്. അപ്പോഴേക്കും വർഷയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് വർഷേ, ശ്രീകാന്ത് എന്തായാലും കുറച്ചു നേരം നിങ്ങൾ നിൽക്ക്, നിങ്ങളും കൂടി വെച്ചിട്ട് വേണം പഞ്ചായത്ത് പറയാൻ വേണ്ടിയിട്ട്, നിന്റെ ശബ്ദം കൊടുക്കാനൊക്കെ നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തുവാണേ. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണം എടുത്തിട്ട് വരുവാണേ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ അരികിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. സച്ചി അത് മേടിച്ചിട്ട് അച്ഛന്റെ മുമ്പിലേക്ക് വെക്കുമ്പോഴേക്കും എന്താടാ ഇതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇതച്ഛൻ സ്വർണ്ണമാണ്, അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും തന്നെ അച്ഛൻ അമ്മയുടെ അടുത്ത് മേടിച്ചു തന്നില്ലേ ആ സ്വർണം, ഇതെന്തിനാണ് ഇപ്പൊ ഇവിടെ എടുത്തു വെക്കുന്നതെന്നുള്ള കാര്യമൊക്കെ രവി ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ ശ്രുതിക്കും അതുപോലെ തന്നെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഈ സ്വർണ്ണം എന്തിനാ ഇപ്പൊ ഇവിടെ എടുത്തു വെക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോഴേക്ക് രേവതി അച്ഛ, ഞങ്ങളെ ഈ സ്വർണം മേടിച്ചത് എനിക്ക് ആ സ്വർണ്ണം ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു. അച്ഛമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഒരു സ്വർണത്തിന്റെ ചെയിൻ മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്വർണം ഞാൻ തിരികെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി ഒരാവശ്യമില്ലാതെ നിങ്ങൾ എന്തായാലും ഈ കാര്യം ചോദിക്കില്ല എന്നുള്ള കാര്യം രവിയും പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വർഷ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ എന്താ അച്ഛമ്മയ്ക്ക് സ്വർണ്ണം ഒന്നും മേടിച്ചു കൊടുക്കാണ്ടിരുന്നത്, അവിടെയാണ് കഥ ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രമതിയെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി തല താഴ്ത്തുന്നുണ്ട്. അച്ഛ, ഞങ്ങൾ ഈ സ്വർണവുമായിട്ട് സ്വർണ്ണക്കടയില് മാറ്റി മേടിക്കാൻ വേണ്ടി പോയി. ആ സ്വർണം കൊടുത്ത സമയത്ത് കടക്കാരനാണെങ്കിൽ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോയി എന്ന് പറയണേ. അതെന്താ കാര്യം എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് കാരണം വേറൊന്നുമല്ല, ഇതൊന്നും സ്വർണ്ണമല്ല, ഇതെല്ലാം മുക്കുപണ്ടാണെന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ രവിയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണമൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛ, ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. അവിടെ കടയിൽ ചെന്നിട്ട് ഉരച്ചൊക്കെ നോക്കിയതിനു ശേഷമാണ് ഇത് ഫുള്ള് കവറിംഗ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അച്ഛ, കല്യാണത്തിനിട്ട സ്വർണത്തിന്റെ മാലയും വളയൊക്കെ എങ്ങനെയാണ് മുക്കുപണ്ടായെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അച്ഛൻ തന്നെ ചോദിച്ചു നോക്കൂ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. ഈ സ്വർണ്ണങ്ങൾ എങ്ങനെയാണ് കവറിംഗ് ആയിട്ട് മാറിയെന്നുള്ള കാര്യം എനിക്കിപ്പോ അറിയണം. ആരാണത് മാറ്റിയെന്നുള്ള കാര്യം എനിക്ക് അറിയണം
പറയണം എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ ഇത് അന്ന് തന്നെ പറയേണ്ടിരുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് അന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള കാര്യം വർഷയും ചോദിക്കുന്ന സമയത്ത് ഞാനാണ് പറയണ്ട എന്നുള്ള കാര്യം പറഞ്ഞത്, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാവുകയും പിന്നെ അച്ഛമ്മയുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കാനും പറ്റുകയില്ലായിരുന്നു എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി പറയുന്നത്, അച്ഛാ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടിപിടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. സമാധാനത്തോടു കൂടി എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി ഈ വീട്ടിലെ ന്യായാധിപൻ അച്ഛനാണ്, അതുകൊണ്ട് അച്ഛൻ തന്നെ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. ചന്ദ്രേ എന്താ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തെന്ന് നിങ്ങളെന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഈ സ്വർണ്ണമൊക്കെ നിന്റെ കയ്യിലല്ലേ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു നേരം ഒന്ന് പതറിയിട്ടുണ്ടെങ്കിലും പിന്നെ ചന്ദ്രമതി ആലോചിച്ചിട്ട് ഒരു പ്ലാനൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ മനസ്സിൽ. കുറച്ചു നേരം ചന്ദ്രമതി മിണ്ടാതിരിക്കുമ്പോൾ ചന്ദ്രമതിയെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര പറയുന്നത്, ഓ അപ്പൊ ഇതൊക്കെ സ്വർണ്ണമല്ലായിരുന്നോ, കവറിംഗ് ആയിരുന്നോ, ഇതെങ്ങനെ മാറി എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇത് നന്നായിട്ട് ചെക്ക് ചെയ്തോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്തോടാ. അതിനുശേഷം തന്നെയാ പറയുന്നത് 2 ദിവസമായിട്ട് എന്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് കവറിംഗ് ആയിട്ട് മാറിയ എന്നുള്ള കാര്യമാണെന്ന് സച്ചി പറയണേ. ചന്ദ്ര ഇതിന് നീയാണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യം രവി പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനാണ്, ഇത് കവറിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇവളല്ലേ വലിയ ശബ്ദമൊക്കെ ചെയ്തിട്ട് സ്വർണ്ണമൊക്കെ ഊരി തന്നത്, ഞാൻ അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് ലോക്കറിൽ വെച്ചു. ഇപ്പൊ ചോദിച്ചപ്പോ ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്തു. നമ്മൾ കഥ പറഞ്ഞത് കേട്ടിട്ടില്ല, തകിട് കൊണ്ടുവച്ചിട്ട് തങ്കമായിട്ട് മാറി എന്നുള്ള കാര്യം, അതുപോലെ എന്തൊക്കെയോ കഥ പറയുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരുടെ മേലെ തന്നെ കുറ്റം ചാഴ്ത്താൻ വേണ്ടി ശ്രമിക്കാനുണ്ട് ചന്ദ്ര. അമ്മ എന്താ പറഞ്ഞത്, ഞാൻ കഥ പറയാണെന്നോ? അമ്മ സത്യം പറഞ്ഞോണം, എങ്ങനെയാണ് ഈ കവറിംഗ് സ്വർണ്ണമായിട്ട് മാറി എന്നുള്ള കാര്യം എനിക്ക് ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് സച്ചി കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നത്. അപ്പോഴും ഇങ്ങനെ ഒരു പൂച്ചാനെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധി. അത് നീ എന്തിനാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായില്ല എന്ന് സച്ചി പറയുന്നുണ്ടേ. അല്ല, നിങ്ങൾ അന്ന് എനിക്ക് ശരിക്കും സ്വർണം തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അതോ കവറിംഗ് ആയിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. അല്ല, ഇതിപ്പോ കവറിംഗ് മാറി എന്നുള്ള കാര്യമാണോ ചോദിക്കുന്നത് അതോ നിന്റെ അമ്മായിമ്മ തന്നത് കവറിംഗ് ആണോ എന്നുള്ള കാര്യമാണോ നീ ചോദിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് അവർക്ക് നേരെ തിരിച്ചു വിടാനുണ്ട് ചന്ദ്ര. അത് കാണുമ്പോൾ സുധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇവർ പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്തൊക്കെയാ ഈ ചോദിക്കുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് ഇതിലിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ അന്ന് വിചാരിച്ചു നീ എന്താ ഈ തങ്കത്തിന്റെ സ്വർണ്ണമൊക്കെ എനിക്ക് തരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായത്, ഈ മുക്കുപണ്ടായതുകൊണ്ടാണ് നീ ഒരു കൂസലില്ലാണ്ട് എനിക്ക് ഊരി തന്നത് എന്നുള്ള കാര്യം. ചന്ദ്ര ഇത് കല്യാണത്തിന് മേടിച്ചിരുന്ന സ്വർണത്തിന്റെ വളയാണെന്നുള്ള കാര്യം പറയുമ്പോ എന്റെ കയ്യിൽ ഈ സ്വർണ്ണം ഉണ്ടായിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് ഇവളല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവള് ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ പോയി വരാറുണ്ടായിരുന്നല്ലോ, അപ്പോ അവിടെ നിന്നെങ്ങാനും മാറ്റി കാണും. എടി എന്താടി നീ അവിടെ കൊണ്ടുപോയിട്ട് മാറ്റിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ 1 രൂപ പോലും മറ്റുള്ളവരുടെ മോഹിച്ചിങ്ങാണ്ട് ഞങ്ങൾ ജീവിക്കാറില്ല, അധ്വാനിച്ചിട്ട് മാത്രമേ ജീവിക്കാറുള്ളൂ. അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മേ ചേച്ചിക്ക് ഇത് മുക്കുപണ്ടാണെന്നുള്ള കാര്യം അറിയായിരുന്നെങ്കിൽ ഇവര് കടയിലേക്ക് എടുത്തോണ്ട് പോവായിരുന്നോ? അതും ശരി തന്നെയാണല്ലോ ശ്രീകാന്ത് പറയുന്നത്. ചേച്ചിക്ക് ഇത് മുക്കുപണ്ടാണെന്നുള്ള കാര്യം അറിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് രവി ചേച്ചി ഇത് വിൽക്കാൻ കൊണ്ടുപോവില്ലായിരുന്നു എന്നുള്ള കാര്യം വർഷയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഒരുപക്ഷെ സച്ചി ചീത്ത വിളിക്കുന്നു വിചാരിച്ചിട്ട് അറിഞ്ഞിട്ടും അവൾ അറിയാതെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രുതി വേണ്ട, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. അല്ല രേവതി, അന്ന് സച്ചിക്ക് കാറൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പണം വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും എന്താ നിനക്ക് ഞങ്ങളെ വരുമാനമൊക്കെ കാണിച്ചു തരണമെന്ന് ചോദിക്കാണ് കേട്ടോ സച്ചി. എന്റെ ഭാര്യ എനിക്ക് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്നെയാണ് കാർ മേടിച്ചു തന്നത്, ഒരിക്കലും അവളുടെ സ്വർണ്ണമൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. ഈ മോഷണം അതുപോലെ കക്കുക ഉള്ളത് എടുത്തോണ്ട് ഓടുക ഇതിലെല്ലാം ഭയങ്കര കലാവിരുദ്ധുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ട്. നീ ആരെ കുറിച്ചാരാടാ പറയുന്നത്, നിങ്ങളെ പ്രശ്നത്തിലേക്ക് എന്തിനാ എന്നെ വലിച്ചിടണമെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. എനിക്ക് ടൈമായി, ശ്രുതി വാ നമുക്ക് പോവാന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ സ്വർണ്ണം എങ്ങനെയാണ് കവറിംഗ് ആയെന്നുള്ള കാര്യം അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരാളും പുറത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുവാണ് സച്ചി. അച്ഛ എന്താ ഇവങ്ങനെ പറയുന്നത്, ടൈമായി എനിക്ക് ഷോറൂം ഓപ്പൺ ആക്കണം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഒന്ന് നിക്കടാ, ഞാൻ തന്നെ ആകെ എന്താ ചെയ്യണം എന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിലാണ്. ഇതിലിപ്പോ കുഴപ്പിക്കാൻ എന്തിരിക്കുന്നു, അവര് തന്നത് കവറിംഗ് സ്വർണ്ണം ആയിരിക്കും എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും അമ്മേ വേണ്ട, എന്റെ വീട്ടിൽ ആർക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നീ അറിയാതെ ചിലപ്പോൾ മാറിയതായിരിക്കും എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചന്ദ്ര പറയുമ്പോൾ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അധ്വാനിച്ച് ജീവിക്കാനാണ്, ഞങ്ങള് കഴിവില്ലാത്ത ആൾക്കാർ തന്നെയാണ്, ഒരിക്കലും എന്റെ അമ്മ ഇങ്ങനെ ചെയ്യില്ല. ശരി നിന്റെ അമ്മ ചെയ്യില്ല, പക്ഷെ നിന്റെ വീട്ടിലുണ്ടല്ലോ ഒരു മോഷ്ടാവ്, എന്താ നീ നോക്കുന്നത്, നിന്റെ അനിയനും മോഷ്ടിച്ചിട്ട് സ്റ്റേഷനിലൊക്കെ പോയതല്ലേ, അവൻ ചിലപ്പോൾ മോഷ്ടിച്ചിട്ട് കവറിംഗ് സ്വർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാക്കും. അത് കേൾക്കുമ്പോൾ രേവതിക്ക് സങ്കടാവുന്നുണ്ട്. എന്നാ രവി പറയുന്നുണ്ട് അവൻ അറിയാതെ ഒരു തവണ അങ്ങനെ മോഷ്ടിച്ചു എന്നുള്ളൂ, ഇപ്പൊ അവൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ വായത്തൊന്നും ഓരോന്ന് പറയണ്ട എന്ന് പറയുമ്പോ ആടുന്ന കാലും പാടുന്ന വായും ഒരിക്കലും ചുമ്മാ ഇരിക്കില്ലല്ലോ, അതുപോലെ തന്നെ മോഷ്ടിക്കുന്ന കൈയും ചുമ്മാ ഇരിക്കില്ല എന്ന് പറയാണേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അച്ഛാ ഇവിടെ ഓടിപ്പോയവനുണ്ടല്ലോ 50 ലക്ഷം രൂപ എടുത്ത് ഓടിപ്പോയൻ, അവനും ചുമ്മാ ഇരിക്കില്ലല്ലോ. ശ്രുതിയെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചാടി വീഴുന്നുണ്ട് കേട്ടോ. സച്ചി നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്,
സുധി ഇപ്പോ ബിസിനസ്മാൻ ആണ്, ലാക്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സുധി ചെയ്യില്ല. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രയും സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. അവള് ചുമ്മാ അവളുടെ വീട്ടിൽ നടന്ന കാര്യം നമ്മുടെ നേർക്കിടാൻ വേണ്ടി നോക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും രേവതി പറയുന്നുണ്ട്, ഞങ്ങളെ വീട്ടിലുള്ളവർ ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന്. നീ എന്താണ് ശബ്ദമൊക്കെ ഉയർത്തി സംസാരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു എന്നാണോ പറയുന്നത്? അതിനു വേണ്ടിയിട്ടാണോ ഭാര്യയും ഭർത്താവും കൂടി ഡ്രാമ ഇറക്കുന്നത്? ചന്ദ്ര, ഇവിടെ ഒരു കാര്യം നടന്നു, ആ വിഷയം എങ്ങനെയെങ്കിലും ശരിയാക്കാൻ വേണ്ടി നോക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവര് എന്നെ മോഷ്ടാവാക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നത്? ഞാൻ ആരെയും മോഷ്ടാവാക്കാൻ വേണ്ടി നോക്കുമല്ല. സ്വർണ്ണം എങ്ങനെ മാറിയെന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ അറിയണം. സച്ചി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ തന്ന സ്വർണ്ണം ഞാൻ അതുപോലെ തന്നെ തിരിച്ചു തന്നു, ഇതിൽ കൂടുതൽ എന്റെ അടുത്തൊന്നും ചോദിക്കരുത്. ഇവൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുന്നതല്ലേ, അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം ആർക്കാ അറിയുന്നത്? ഇനിയും എന്റെ വീട്ടുകാരെ കുറിച്ചിട്ട് അനാവശ്യം പറയരുത്. എന്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാലുവേദനയും കൈവേദനയും ഒക്കെ ഉണ്ട്, എന്നിട്ടും അമ്മ നിന്നിട്ട് പൂ കെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഒരിക്കലും എന്റെ അമ്മ മോഷ്ടിക്കാനുള്ള പണിയൊന്നും ചെയ്യില്ല. ഇനിയും എന്റെ അമ്മയെ കുറിച്ചിട്ട് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ വായ അടപ്പിക്കുകയാണ്. രേവതി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടാണല്ലോ, ദേഷ്യത്തോടു കൂടി ആണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് ആള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതി ടെൻഷൻ അടിക്കുന്നത്? അവരാണ് നമ്മുടെ പക്ഷത്തേക്ക് തിരിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ തിരിച്ച് ചന്ദ്ര അത് തന്നെ പറയാണ് കേട്ടോ, നിങ്ങളാണ് എന്റെ പക്ഷത്തേക്ക് തിരിച്ചിടാൻ വേണ്ടി നോക്കുന്നത്. സ്വർണം മാറിയത് ഇവളുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ ചന്ദ്ര ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രയുടെ അടുത്ത് വായ മൂടി നിൽക്കാൻ വേണ്ടി പറയാണ്, രവി ഈ വളയും സ്വർണ്ണമൊക്കെ എന്റെ അമ്മ മേടിച്ചു തന്നതാണ്, അതെങ്ങനെ ചന്ദ്ര മാറിയത്? അത് കേൾക്കുമ്പോൾ ചന്ദ്ര ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ചോദിക്കാച്ചാ അച്ഛമ്മ തന്ന സ്വർണ്ണം എങ്ങനെയാണ് കവറിംഗ് സ്വർണ്ണമായിട്ട് മാറിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഒരു ഉളുപ്പും ഇല്ലാണ്ട് പറയാണ് കേട്ടോ, അവരുടെ സ്വർണ്ണം ചിലപ്പം കവറിംഗ് ആയിരിക്കും, എനിക്ക് എങ്ങനെ അതിനെ കുറിച്ച് അറിയുന്നത്? അച്ഛമ്മയെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ രവി വെറുതെ ഇരിക്കോ? ചന്ദ്രെ നാക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാൻ നിൽക്കണ്ട. നാട്ടിലുള്ള എല്ലാവർക്കും വാരി കൊടുക്കുന്ന ഒരാളാണ് എന്റെ അമ്മ. ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രെ ഞാന് വെറുതെ ഇരിക്കില്ല, ഞാൻ മനുഷ്യനായിട്ട് ആവില്ല നിന്റെ അടുത്ത് പെരുമാറുക എന്നുള്ള കാര്യം പറയാണേ. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ചേട്ടാ ഒരുപക്ഷെ അവര് മേടിച്ചെടുത്തുനിന്ന് മാറാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇതെന്താ ആന്റി ഒരു ലോജിക്കും ഇല്ലാതെ പറയുന്നത്? രേവതി ചേച്ചിന്റെ വീട്ടിൽ നിന്നും സ്വർണം കവറിംഗ് ആണ് തന്നതെന്നും അതുപോലെ തന്നെ അച്ഛമ്മ തന്ന സ്വർണവും കവറിംഗ് ആണെന്നുള്ള കാര്യം പറയുന്നു. അപ്പോ നമ്മുടെ വീട്ടിൽ നിന്നാണ് മാറ്റം വന്നതെന്നുള്ള കാര്യം വിചാരിക്കുന്നു എന്ന് വർഷയും സപ്പോർട്ട് ചെയ്തിട്ട് ശ്രീകാന്തും പറയുന്നുണ്ട്. എടാ നിങ്ങളെന്താ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അമ്മ ഇവർ രണ്ടുപേരും എന്തോ ചെയ്തിട്ട് നമ്മുടെ നേർക്കിടാൻ വേണ്ടി നോക്കുകയാണെന്ന് സ്തുതിയും പറയുന്നുണ്ട്. അതേടാ അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരെന്താണ് തന്നത് അത് ഞാൻ തിരിച്ചു കൊടുത്തു. ഇവളുടെ സ്വർണ്ണം ഒന്നും വെച്ചിട്ട് എനിക്ക് വലിയ ആളാവേണ്ട കാര്യമൊന്നുമില്ല. സ്വർണ്ണം മാറിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ വീട്ടിൽ നിന്നായിരിക്കും മാറിയിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നാട്ടിൽ നിന്നാണല്ലോ സ്വർണ്ണം ഉണ്ടാക്കി കൊണ്ടുവരാറ്, അവിടെ ചിലപ്പോ ഒരുപക്ഷെ അവര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും. വെറുതെ എന്റെ അടുത്ത് ഓരോന്ന് ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ചന്ദ്ര. അങ്കിൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതിയും അതുപോലെ സുധിയും ടെൻഷൻ ആവുന്നുണ്ട്. പോലീസൊക്കെ എന്തിനാന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, സുധിയേട്ടൻ എന്തിനാ ടെൻഷൻ ആവുന്നത്? അതല്ലടാ നമ്മുടെ ഫാമിലി വിഷയമൊക്കെ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോകണം. പോലീസ് ഒന്നും വേണ്ടടാ, അവസാനം നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് മാനക്കേട് എന്നുള്ള കാര്യം രവി പറയുന്ന സമയത്ത് അതച്ചാ എന്തായാലും പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ എന്തൊക്കെയോ ഗോലുമാര് നടന്നിട്ടുണ്ട്, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് എറിഞ്ഞ് കളിക്കുകയാണ്, ഇത് എങ്ങനെയാണ് മാറിയെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കും, ഇത് ഞാൻ അങ്ങനെ വിടില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുധിക്കും അതുപോലെ ചന്ദ്രമതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം സുധിയാണെങ്കിൽ അമ്മയും കൂട്ടിയിട്ട് റൂമിൽ കയറാണ് കേട്ടോ. എന്തായാലും അമ്മയെ ഭാഗ്യം നമ്മള് തലനാരി ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അമ്മ ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ കുറച്ചു നേരത്തേക്ക് എന്റെ ജീവൻ പോകുന്നത് പോലെ ആയിരുന്നടാ. ഒരു വിധത്തിൽ ഞാൻ രേവതിയുടെ അമ്മയുടെയും അതുപോലെ തന്നെ നിന്റെ അച്ഛമ്മയുടെയും തലയിൽ കുറ്റിയിട്ടിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയണേ. എന്തായാലും അമ്മേ നമുക്കും വേറെ സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് ശരിക്കും തലയ്ക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ ചന്ദ്ര. അതെന്താ അമ്മേ അങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ സച്ചി ഞാൻ പറഞ്ഞ കാര്യം ഒന്നും വിശ്വസിച്ചിട്ടില്ലടാ, അവൻ എന്തായാലും സംശയം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അവൻ കണ്ടുപിടിക്കാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ആകെ മനസ്സ് പെടക്കുകയാണ്. എനിക്കുണ്ടായ 3 മക്കളിൽ ഈ ഒറ്റൊരുത്തം മാത്രമാണടാ എന്നെ ഇങ്ങനെ പെടാപ്പാട് പെടുത്തുന്നത്. നടുരാത്രിയിൽ വേദന വന്നിട്ട് പിറ്റേ ദിവസമാണടാ നീ ജനിച്ചത്, നിനക്ക് വേണ്ടിയിട്ട് അത്രയും വേദന ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇതുവരെയും നിന്നെ കൊണ്ടുള്ള കഷ്ടം എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അമ്മേ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം നീ പാവത്തെ പോലെ മുഖം പിടിക്കുന്ന രീതി ഉണ്ടല്ലോ അതാദ്യം നിർത്തടാ. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കള്ളം പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണടാ. ഇപ്പോഴും എന്റെ മനസ്സ് പടപെടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ മുകളിലേക്ക് പോകുന്നുള്ള ഭയത്തിലാണടാ ഞാനുള്ളതെന്നൊക്കെ പറയാണ് ചന്ദ്ര. അമ്മ ഒരിക്കലും അങ്ങനെ പറയരുത്, ഒരിക്കലും അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതി വരാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ട് കളയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇത് മാത്രം നീ നന്നായിട്ട് സംസാരിക്കുക. എന്തായാലും പോലീസുകാരനെ പോലെ സച്ചി ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആ സ്വർണ്ണം എന്തായാലും മേടിച്ച് തിരികെ വെച്ചു കൊടുക്കണമെന്ന് പറയണേ. അല്ല ഇത് ഓൾറെഡി കവറിംഗ് ആണെന്നുള്ള കാര്യം അവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് അങ്ങനെ വിട്ട് കളയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അമ്മ ഇപ്പോ 4 ലക്ഷം പ്രോഫിറ്റ് വരുന്ന രീതിയിൽ സാധനങ്ങൾ വിൽക്കണ്ടേ, സാധനങ്ങൾ തിരികെ കിട്ടിയാൽ മാത്രമേ എനിക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. സച്ചിയും രേവതിയും എന്തായാലും ചുമ്മാ ഇരിക്കില്ല, അവര്
കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ സ്വർണം മാറ്റി വെച്ചേ പറ്റുള്ളൂ. പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാകും, അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ഇറങ്ങി പോവാണ്. അതിൽ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പാത്രമൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മെല്ലെ സൗണ്ട് ഉണ്ടാക്കാണ്ട് ചെയ്യും രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയ്ക്ക് എന്റെയോ എന്റെ വീട്ടുകാരുടെ നെഞ്ചത്തോട് കയറാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മയുടെ മേലും കുറ്റമിട്ടത് കണ്ടില്ലേ? അവർക്കറിയാതെ എങ്ങനെയാണ് സച്ചേട്ട സ്വർണം മാറുന്നത്? ഒരുപക്ഷെ മോഷ്ടാക്കൾ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഭയങ്കര കള്ളന്മാരല്ലേ, കള്ളന്മാര് വന്നിട്ട് അതുപോലെ ആരെങ്കിലും കവറിംഗ് സ്വർണം കൊണ്ടുവെക്കോ രേവതി? ഇതെന്തായാലും ആ സുധിയുടെ പണി തന്നെയാണ്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവന്റെ കണ്ണു മിഴിച്ചുള്ള നോട്ടം കണ്ടിട്ടുണ്ടായിരുന്നോ? അതാരെങ്കിലും ശ്രദ്ധിച്ചോ? പക്ഷെ അമ്മ ഒന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ രേവതി അത് അമ്മ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, അപ്പോ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യമാണോ സച്ചേട്ടൻ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുധിക്ക് വേണ്ടിയിട്ട് അമ്മ എന്തും ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ഇതിനിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സുധിക്കിട്ട് 4 കൊടുത്തു കഴിഞ്ഞാൽ അവൻ സത്യം പറയുന്നു പറയണേ. ഒന്ന് ചുമ്മാ ആയിരിക്കും സച്ചേട്ട, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ശ്രുതി ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരും, പിന്നെ അവസാനം വീട് വിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം പ്രശ്നമാക്കും. വേറെ എന്താ ചെയ്യാന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും സച്ചേട്ട ഒന്ന് ആലോചിച്ച് നോക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും അവന്റെ വായ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം. അതിന് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയണേ. എന്താ ഐഡിയ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്തായാലും അവൻ കവറിംഗ് സ്വർണം ഏതെങ്കിലും ഒരു കടയിൽ നിന്നായിരിക്കുമല്ലോ മേടിച്ചു വെച്ചിട്ടുണ്ടാവുക. ആ കടയിൽ നിന്ന് ഫോൺ ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ അതിന് ഏത് കടയാന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാമെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് പേരൊന്നും ആവശ്യമില്ല രേവതി, ഈ ആഴ്ചയിൽ ഞങ്ങൾ അവിടെ നിന്ന് സ്വർണം മേടിച്ചോണ്ട് പോയില്ലായിരുന്നോ എന്നുള്ള കാര്യം വെച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ സംസാരിക്കും. അവന്റെ വായന്ന് തന്നെ എന്തെങ്കിലും കിട്ടും. അതിന് ഫോൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച ഉറപ്പായിട്ട് നിങ്ങളെ ശബ്ദമാണെന്നുള്ള കാര്യം നിങ്ങളെ ഏട്ടന് മനസ്സിലാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ ഫോണിൽ എന്റെ ശബ്ദം വ്യത്യാസമായിട്ട് തോന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വലിയ യേശുദാസ് അല്ലേ നിങ്ങളുടെ ശബ്ദം വ്യത്യാസമായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്? എന്തായാലും നിങ്ങളുടെ ശബ്ദം കിട്ടാൻ നിങ്ങളുടെ ഏട്ടന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. സംസാരിച്ചോ എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ശബ്ദം മാറ്റി സംസാരിക്കാനൊന്നും അറിയില്ല, എന്റെ ശബ്ദം എന്തായാലും വേഗം തിരിച്ചറിയുന്നു പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷയുടെ അടുത്ത് പറഞ്ഞാലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അവൾ അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് സംസാരിക്കും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവളെ ഹെൽപ്പ് ചെയ്യോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത്. അവളിപ്പോ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല സ്റ്റുഡിയോയിലേക്ക് പോയി എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ അവളെ വിളിച്ചിട്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വരാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതി ചെയ്യണേ. തുടർന്ന് വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ ഹോട്ടലിൽ എത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. അല്ല വർഷ നീ എന്താ ഇങ്ങോട്ട് വന്നത്? ലഞ്ച് ടൈം ഒന്നും ആയില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറയണേ. ഓ അപ്പോ എന്നെ മിസ് ചെയ്തിട്ട് കാണാൻ വേണ്ടി വന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രാവിലെയല്ലേ ഞാൻ ശ്രീകാന്തിനെ കണ്ടത്, പിന്നെ എങ്ങനെയപ്പോ ഞാൻ മിസ് ചെയ്യുന്നുള്ള കാര്യം വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്ത് രേവതി ചേച്ചിയാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്, സച്ചേട്ടനും കൂടെ വരുന്നുണ്ടെന്ന് പറയണേ. അവർ രണ്ടുപേരോ എന്തിനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നോ ഐഡിയ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിൻ രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെ കണ്ടോടെ തന്നെ ശ്രീകാന്ത് അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ചോദിക്കുന്നുണ്ട്. ഉള്ളിലിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവരെയും കൂട്ടി ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഉള്ളിലെത്തിയതിന് ശേഷം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ സ്വർണത്തിന്റെ കാര്യം തന്നെയാന്ന് പറയണേ. സുധിയുടെ മേലാണ് സംശയം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചേട്ടൻ അത് ഇതുവരെ വിട്ടില്ലേന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് ഞാൻ വിടുന്നത്, ഇത് രേവതിയുടെ സ്വർണത്തിന്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒച്ചയെടുക്കുമ്പോഴേക്കും അയ്യോ സച്ചേട്ട ഒച്ചയെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സുധിയേട്ടൻ ഓൾറെഡി എടുത്തില്ല എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പൊന്നും പറഞ്ഞില്ലേ എന്നുള്ള കാര്യം നമ്മുടെ വർഷ ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്. അതെന്തോ ഞങ്ങൾക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല, കാരണം അവരുടെ കടയിൽ 1 lakh പ്രോഫിറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് പണം പറഞ്ഞല്ലോ, അതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ അത് സാധനങ്ങൾ വിറ്റതല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടോടാ, എന്തോ ഒരു പണി അവൻ ഒപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണം ഇത്രയും നാളും അമ്മയുടെ കയ്യിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് കവറിംഗ് ആയിട്ട് മാറിയത്? അപ്പൊ അമ്മ മാറ്റി എന്നുള്ള കാര്യമാണോ സച്ചേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അല്ല, അമ്മയെ കുറിച്ചിട്ട് നിനക്ക് നന്നായിട്ട് അറിയില്ലേ, അവന് വേണ്ടിയിട്ട് അമ്മ എന്തും ചെയ്യും. എന്താണെങ്കിലും നമുക്ക് പ്രൂഫ് ഒന്നും ഇല്ലാതെ ഒരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് വർഷ ചോദിക്കും. അതിന് ഒരു തെളിവ് വേണം, തെളിവിന് വേണ്ടിയിട്ട് ഞങ്ങളും നിന്റെ അടുത്തേക്ക് വന്നത്, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്നുള്ള കാര്യമല്ലേ പറയുന്നത്, എനിക്ക് ഓക്കെ ആണെന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട്. നീ എന്തൊക്കെയാണെന്നാ പറയുന്നത് വർഷേ? ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ശ്രീകാന്ത് അത് ക്ലിയർ ചെയ്തല്ലേ പറ്റൂ, നീയൊന്നും മിണ്ടാതിരിക്കോ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും അത് വലിയ പ്രശ്നമാവെന്നൊക്കെയാണ് ശ്രീകാന്ത് പറയുന്നത്. സച്ചേട്ടാ ഇത് ഇങ്ങനെ തന്നെ വിട്ടുകളയുന്നതല്ലേ നല്ലതെന്നുള്ള കാര്യം ശ്രീകാന്ത് വീണ്ടും ചോദിക്കുമ്പോൾ അല്ലെങ്കിലും നീ അങ്ങനെ തന്നെ പറയുള്ളൂ, വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം കവറിംഗ് ആയിട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാല് നിനക്ക് അതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഈ കാര്യം നമ്മൾ ഇന്ന് കണ്ടില്ല എന്ന് വെച്ച് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിലുള്ള ഓരോ സ്വർണവും കവറിംഗ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ല സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് തുടങ്ങുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അവർ പറഞ്ഞതും കറക്റ്റ് തന്നെയാണ്, എന്തായാലും ഇത് കണ്ടുപിടിക്കണം, എന്താ ഐഡിയ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് വർഷ പറയുന്നുണ്ട്. എന്നോട് കണ്ടിട്ട് രേവതി മറ്റൊന്നല്ല, എന്തായാലും ശ്രുതിയുടെ ഹസ്ബൻഡ് ഒരു കടയിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ആ മുക്കുപണ്ടം വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോ അവിടുന്ന് സംസാരിക്കുന്നത് പോലെ നമ്മള് വിളിച്ചിട്ട് സംസാരിക്കുക.
ഈ സാധനം മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വിളിക്കില്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഫീഡ്ബാക്ക് അല്ലേ, അതെ, അത് ചോദിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സുധിയുടെ വായന എന്തെങ്കിലും ഒരു അബദ്ധം വീഴും. ഇത്രയേ ഉള്ളൂ കാര്യം, സോ സിമ്പിൾ എന്നുള്ള കാര്യമാണ് കേട്ടോ വർഷ പറയുന്നത്. നമ്മൾ ആര് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ശബ്ദം ഐഡന്റിഫൈ ചെയ്യില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതിന് ഇവിടെ വർഷയുണ്ടല്ലോ, അവള് പല ശബ്ദത്തിൽ സംസാരിക്കില്ലേ, ഇത് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗോട് കൂടിയിട്ടാണ് കേട്ടോ വർഷ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഒരു സീരിയലിൽ ഞാൻ ഡബ് ചെയ്യുന്ന വോയിസിൽ സംസാരിക്കാം, അപ്പോഴേക്കും ഇത് റിസ്ക് ആണ്, ഇത് വേണ്ട എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും റിസ്കിലെ ഒരു കിക്കുള്ളൂ, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനെ വായടപ്പിക്കുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ ഫോണൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇതിന്ന് വിളിച്ചാൽ മതി, എന്തായാലും അവന് സംശയം തോന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ രേവതിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്വർണ്ണങ്ങളാന്നുള്ള കാര്യം ഞാൻ എഴുതി തരാം, അതുപോലെ സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് ഒരു പേപ്പറും പെന്നും എടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് രേവതി ചേച്ചി ഇതൊക്കെ വേണോന്ന് ചോദിക്കണേ, നീ പോയിട്ട് എടുത്തിട്ട് വേണം മിണ്ടാതെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു വിടുവാണ്. പക്ഷേ നീ ഡൗട്ടൊന്നും വരാത്ത രീതിയിൽ സംസാരിക്കല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ സച്ചിയുടെ അടുത്ത് വർഷ. അതേസമയം നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോം അപ്ലയൻസ് ഷോറൂമിൽ അവനിരിക്കുന്ന കസേരയിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങുവാണേ. ആ രംഗം കണ്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഉറങ്ങി ഇങ്ങനെ താഴേക്ക് വീഴാൻ പോകുമ്പോഴേക്കും സുധി എന്ന് പറഞ്ഞിട്ട് 2 അടിയൊക്കെ കൊടുത്തിട്ട് എഴുന്നേപ്പിക്കുകയാണ്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, അയ്യോ എന്റെ സാധനങ്ങൾ എങ്ങനെ തരുമോ, എനിക്ക് 4 ലക്ഷം രൂപ എന്റെ തിരിച്ചു തരുമോ, അതുപോലെ എന്റെ സ്വർണ്ണം അതാക്കി തരും എന്നൊക്കെ പറയണേ. നീ എന്തൊക്കെ പിച്ചുമ്പയ്യ സുധി പറയുന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഒന്നുകൂടി അടിക്കുമ്പോഴാണ് ബോധം വരുന്നത്. അപ്പൊ ഉറക്കായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സുധി. ഈ പട്ടാ പകല് കിടന്നിട്ട് സുധി എന്താ കടലിരുന്ന് ഉറങ്ങുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ച് ടയർഡായിരുന്നു എന്ന് പറയണേ. അതൊക്കെ ഇരിക്കട്ടെ, ഈ 4 ലക്ഷം രൂപ സാധനങ്ങള് അതുപോലെ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അയ്യോ അറിയാതെ വായന്ന് വീണ് പോയോ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചും കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കാനോ ശ്രുതിയുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രുതി നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് ശ്രുതി, ഞാൻ നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അതും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയതാണ്, അതാണ് എന്തൊക്കെയോ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ശ്രുതി, നമ്മൾ എന്തിനാ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, അത് നമ്മുടെ കാര്യമല്ല, അത് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ കടയെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. അന്ന് 4 lakhs സെയിൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ എങ്ങനെ സാധനങ്ങൾ സെയിൽ ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോൾ അന്നത്തെ പോലെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതേ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അന്നത്തെ പോലെ സെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് കട കാലിയാവുന്നത് അറിയില്ല എന്ന കാര്യം പറയുമ്പോൾ എന്താ ശ്രുതി പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് തീരുന്ന രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞതായിരുന്നു. അത് തന്നെയല്ലേ ശ്രുതി, നമുക്ക് നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്ത ഉടനെ തന്നെ പറ തങ്കം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അന്നത്തെ നിന്റെ ഫ്രണ്ട് ആണോ എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് പോവാണ്. ശ്രുതിയെ വിളിച്ചത് മറ്റാരുമല്ല വർഷയാണ്. വർഷ സൗണ്ട് മാറ്റിയിട്ടാണ് ഈ ജ്വല്ലറി കടയിൽ നിന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മലയാളത്തിലാണ് കേട്ടോ ആദ്യം സംസാരിക്കുന്നത്. അപ്പോഴേക്കും ഐ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയുമ്പോഴേക്കും പിന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. അതേസമയം ശ്രുതിയാണെങ്കിൽ ആദിയുടെ അടുത്താണ് കേട്ടോ സംസാരിക്കുന്നത്. ആദി ഇന്നലെ അമ്മയെ സ്വപ്നം കണ്ടു എന്നുള്ള കാര്യം പറയണേ. നമ്മളെ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി പറ്റും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഞാൻ എപ്പോഴും മോനെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാരണം ഈ കോൾ ഒരിക്കലും ശ്രുതി കേൾക്കാൻ വേണ്ടി പറ്റില്ല. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തിന്റെ കാര്യത്തിന്റെ കോളാണല്ലോ, അതൊരിക്കലും ശ്രുതി കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേൾക്കരുതെന്ന് വെച്ചിട്ട് മാറി നിന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇപ്പൊ 30% ഓഫർ കടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സാറിന് എന്തെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ മതി ഇത് പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ സച്ചിയാണെങ്കിൽ മാറ്റി നിർത്തുവാണ്. എന്നിട്ട് വർഷയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറയുകയാണേ, സർ അന്ന് നിങ്ങൾ മേടിച്ചിട്ടില്ലായിരുന്നോ 2 വള 2 കമ്മൽ അതുപോലെ തന്നെ ചെയിൻ എല്ലാം, അങ്ങനെ അത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഇവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സാർ അന്ന് മേടിച്ച സാധനങ്ങൾ എങ്ങനെയുണ്ട്, സാറിന്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ശ്രുതി ഇങ്ങനെ സ്റ്റക്കായ പോലെ ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതി എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയോ, സച്ചിക്കും രേവതിക്കും അതുപോലെ വർഷയുടെ സഹായത്തോടു കൂടി എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കും.